അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ദാരിദ്ര്യവും കടബാധ്യതയും എന്ന വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എത്ര അധ്വാനിച്ചിട്ടും കട മാറുന്നില്ലേ? നാളത്തെ ജീവിതത്തെക്കുറിച്ചിട്ട് വലിയ വിഷമത്തിലാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധനാമമായ ഈ നാമത്തിൻ്റെ അർത്ഥവും അത് ജീവിതത്തിൽ എങ്ങനെ ഐശ്വര്യം കൊണ്ടുവരുമെന്നും നമുക്ക് നോക്കാം. ഏതാണ് നാമം? അർ റസാഖു യാ അല്ലാ. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ 18ാമത്തെ നാമമാണ് അർ റസാഖ് എന്ന നാമം. ഇതിൻ്റെ അർത്ഥം കേവലം ഭക്ഷണം നൽകുന്നവൻ എന്നല്ല, മറിച്ച് ഓരോ സൃഷ്ടിക്കും ആവശ്യമുള്ളത് ഏറ്റവും അനുയോജ്യമായ സമയത്ത് യാതൊരു തടസ്സവുമില്ലാതെ എത്തിച്ചു നൽകുന്നവൻ എന്നാണ്. കടലിൻ്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന തിമ്മീങ്കലം മുതൽ മണ്ണിനടിയിൽ കഴിയുന്ന ഉറുമ്പ് വരെ പട്ടിണി കിടക്കാതെ സംരക്ഷിക്കപ്പെടുന്നത് അർ റസാഖിൻ്റെ നാഥൻ്റെ കാരുണ്യം കൊണ്ടാണ്. നമുക്കൊരു ചരിത്രം നോക്കാം. ഹാജറ ബീവി റളിയല്ലാഹു അൻഹു മക്കയിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ഒറ്റപ്പെട്ട ഹാജറ ബീവിയെയും കുഞ്ഞിനെയും നിങ്ങൾ ഓർക്കുന്നില്ലേ? അവിടെ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ട് ആ ഉമ്മ സഫയിലും മർവയിലും ഓടി ഓടി. അതായിരുന്നു അവരുടെ അധ്വാനം. എന്നാൽ റിസ്ക് വന്നത് എവിടെ നിന്നാണ്? അവർ ഓടിയ മലകളിൽ നിന്നല്ല, മറിച്ച് കുഞ്ഞിൻ്റെ പാദത്തിനടിയിൽ നിന്ന് സംസം ഉറവയായിട്ടാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? നമ്മൾ അധ്വാനിക്കണം, പക്ഷേ ഫലം നൽകുന്നത് അർ റസാഖ്, നമ്മുടെ പഠിച്ച നമ്മുടെ ഏകനായ അള്ളാഹു ആണെന്ന ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഐശ്വര്യം ബർക്കത്ത് വർദ്ധിപ്പിക്കാനുള്ള വഴികളെക്കുറിച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഈ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ നാമം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപകാരപ്പെടുമ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിന് മുൻനിർത്തിക്കൊണ്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനും ഖുർആൻ ഹദീസും നിർദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് തവക്കുലാണ്. നമ്മൾ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. തവക്കുൽ, ഭാരമേൽപ്പിക്കൽ. എന്താണ് തവക്കുൽ എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷികൾ രാവിലെ ഒഴിഞ്ഞ വയറോടെ പോയി വൈകുന്നേരം നിറഞ്ഞ വയറോടെ മടങ്ങുന്നത് പോലെ. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഒരു പക്ഷിക്ക് വേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ആ പക്ഷി പോലും ചിന്തിക്കാതെ അതിൻ്റെ വയറ് നിറഞ്ഞിട്ടാണ് വൈകുന്നേരമാകുമ്പോൾ അത് കൂട്ടിലേക്ക് അണയുന്നത്. രാവിലെ അത് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഭക്ഷണം എവിടെയാണെന്ന് പോലും അതിനറിയില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, നമുക്ക് വേണ്ട ഭക്ഷണവും പണവും സമ്പത്തും എല്ലാം അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അത് അള്ളാഹു നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിനെ ഭാരമേൽപ്പിക്കുക, തവക്കുൽ ചെയ്യുക. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ, പാപമോചനം. നമ്മുടെ പാപങ്ങൾ റിസ്ക് തടയാൻ കാരണമാകും. നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്യാറുണ്ടല്ലേ? ചെറുതും വലുതുമായിട്ടും അറിഞ്ഞും അറിയാതെയും ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതൊക്കെ നമുക്ക് വരുന്ന ഓരോ റിസ്കിനും തടസ്സമായിക്കൊണ്ടിരിക്കും. അതിനാൽ അള്ളാഹുവിനോട് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് എന്താണ്? മാപ്പ് ചോദിക്കുക, പശ്ചാത്താപിക്കുക. മാപ്പ് ചോദിച്ചാൽ മാപ്പ് തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് തന്നിരിക്കും. മൂന്നാമത്തേത് സദക്ക അഥവാ ദാനം. കയ്യിലുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമുക്കൊരിക്കലും സമ്പത്ത് കുറയില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ ദാനമായിട്ട് നൽകേണ്ടത്. മറിച്ച് ചെടിയുടെ ചില്ലകൾ വെട്ടുന്നത് പോലെ അത് കൂടുതൽ തഴച്ച് വളരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ സമ്പത്തിൽ നിന്നും നമ്മൾ അത് കുറഞ്ഞു പോകുമോ എന്ന് ചിന്തിച്ച് നമ്മൾ കൊടുക്കരുത്. പകരം അതിനേക്കാൾ നമുക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കും എന്ന ചിന്തയോടുകൂടെ ഓരോ ദാനവും സദക്കയും നമ്മൾ നൽകുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. അതിനാൽ തളരാതെ അവനിലേക്ക് അടുക്കുക. നമുക്ക് അള്ളാഹുവിനോട് ഈ റമദാൻ മാസത്തിൻ്റെ പോരിശ് കൊണ്ട് ഒന്നിച്ച് ദുആ ചെയ്യാം. അള്ളാഹുവിൻ്റെ മുൻപിൽ 2 കൈകളും നീട്ടിക്കൊണ്ട്, യാ അള്ളാഹ്, അർ റസാഖായ തമ്പുരാനെ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടാൻ നീ വഴി കാണിച്ചു തരണമേ. ഞങ്ങൾ അധ്വാനിക്കുന്ന സമ്പത്തിൽ ബർക്കത്ത് നൽകണമേ. സമാധാനവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ.
കടബാധ്യതകൾ കൊണ്ട് വീർപ്പുമുട്ടുന്നവർക്ക് അത് വീട്ടാനുള്ള വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണമേ. ഞങ്ങൾ അധ്വാനിക്കുന്ന സമ്പത്തിലും സമയത്തിലും ആരോഗ്യത്തിലും നീ വലിയ ബർക്കത്ത് ചൊരിയണമേ. റബ്ബേ, നീ ഞങ്ങൾക്ക് നൽകുന്ന വിഹിതം ഹലാലായ മാർഗത്തിലൂടെ ആക്കിത്തരണമേ. മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. സമാധാനമുള്ള മനസ്സും തൃപ്തിയുള്ള ജീവിതവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഈ അറിവ് നിങ്ങളിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ അനുഗ്രഹീതരായ ദാസന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ നാമം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തവണ ഉരുവിടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.